ഡിസംബറിലെ ഒരു തണുത്ത രാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പണ്ട് പറയാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഡിസംബറൊക്കെ വമ്പൻ ചൂടിൻ്റെ കാലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചപ്പും ഹരിതാപകരമായിട്ടുള്ള പ്രകൃതിയൊക്കെ ഉണക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണങ്ങി നിൽക്കുന്ന ചെടികൾക്കിടയിൽ അത് ഒരു ലേഡീസ് കനകാംബരം ഇങ്ങനെ തളർത്ത് പൂത്തു നിൽപ്പുണ്ട്. അതൊക്കെ നല്ല വെയിലത്ത് നിൽക്കുകയാണ്. ഇതിനൊക്കെ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ട്. ഉണ്ടോ നമ്മുടെ ഈ കാന്താരി കൊല്ലയൊക്കെ ഒരുവിധം വാടിയൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ ഇലകളൊക്കെ വാടി തളർന്ന് നിൽക്കുകയാണ്. കണ്ടോ, അതിൽ നല്ല കായ്കളുണ്ട്, എങ്കിലും അത് വാടി തളർന്ന് നിൽക്കുകയാണ്. ഇത് നമ്മുടെ മീൻകുളമാണ്. മീൻകുളത്തിൻ്റെ കരയിൽ നമ്മൾ ഒരു 2 കൊല്ല നട്ട് കിളത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. മീൻകുളത്തിൽ മീനുകളൊക്കെ അതിലുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പരതി നടക്കുമ്പോഴാണ് നമ്മുടെ 2 പീക്കിരിക്കാണ്ടി പിള്ളേർ ഇവിടുന്ന് പാക്ക് വറക്കുന്ന കണ്ടോ, പാക്ക് ഒരുക്കുകയാണ്. എന്താ ചെയ്യുക? പാക്ക് വൃത്തിയാക്കുക. കണ്ടോ, പാക്കിൻ്റെ തൊലി കളയുക. കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ ഒരു അലങ്കാര ചെടിയാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പടർന്ന് കളിക്കുന്നൊരു സാധനമാണ്. നമ്മുടെ ഗ്രില്ലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കട്ടായിപ്പോയി. അത് നമ്മുടെ മൂരിക്കിടാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിൻ്റെ അറ്റത്ത് പിടിച്ച് വലിച്ച് മൂട് പറഞ്ഞു പോകും. അങ്ങനെ അത് ഈ കോലത്തിലായി. അത് നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഈ പാത്തി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഷീറ്റിൻ്റെയൊക്കെ വെള്ളം പോകാനൊക്കെ വയ്ക്കുന്ന പാത്തി, അത് കീറി നമ്മൾ സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ കാണുന്നത് നമ്മൾ ചെറിയൊരു അലങ്കാരപ്പണി ചെയ്തതാണ്. ഇതിനുള്ളിൽ ഗപ്പിയുണ്ട്. കണ്ടോ, അത് പ്രസവിച്ച് കുറച്ച് 10-20 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിന് വേണ്ടി ഒരു ചെറിയ തണൽ കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ആമ്പലം. ഇവിടുത്തെ 2 പിള്ളേർ അതിൻ്റെ ഇലയെല്ലാം പറിച്ച് ഇതിൻ്റെ അകത്തിടും. അങ്ങനെയാണ് ആമ്പലിൻ്റെ ഇലയെല്ലാം പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.